പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹ സമയങ്ങൾ മാറ്റി. ബുധനാഴ്ച രാവിലെ 6-നും 9-നും മധ്യേ നടക്കേണ്ട 48 വിവാഹങ്ങളുടെ സമയമാണ് മാറ്റിയത്. വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണമെന്ന് നിർദ്ദേശം. അയ്യന്തോൾ ലാൽജി കൊള്ളന്നൂർ വധക്കേസിലെ 9 പ്രതികളെയും വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവത്തിൽ തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. തൃശൂർ ജവഹർ ബാലഭവൻ ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. മുടങ്ങിക്കിടക്കുന്ന 2 മാസത്തെ ശമ്പളം ഉടൻ അനുവദിക്കാമെന്ന സാംസ്കാരിക വകുപ്പ് ഡയറക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. തൃശൂർ കൊക്കാലെ ഇറച്ചി മാർക്കറ്റിൽ തർക്കത്തിനിടെ തലയ്ക്കടിയേറ്റ് മധ്യവയസ്കൻ മരിച്ചു. കൊടന്നൂർ സ്വദേശി പോൾ ആണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. തുറക്കുളം മത്സ്യമാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിലെ മോഷണം. സംഭവവുമായി ബന്ധപ്പെട്ട് INTUC യൂണിയൻ തൊഴിലാളി അറസ്റ്റിൽ. വേലുപ്പാടം പുലിക്കണ്ണി ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പീച്ചി മയിലാടുംപാറയിൽ കാട്ടാനകൾ തെങ്ങുകൾ മറിച്ചിട്ടു. ഞാൻ ബൈജു ദേവസി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹ സമയങ്ങൾ മാറ്റി. ബുധനാഴ്ച രാവിലെ 6-നും 9-നും മധ്യേ നടക്കേണ്ട വിവാഹങ്ങളുടെ സമയമാണ് മാറ്റിയത്. 48 വിവാഹങ്ങൾ പുലർച്ചെ 5-നും 6-നും മധ്യേയാക്കി മാറ്റി. വിവാഹ സംഘത്തിൽ 20 പേർക്ക് മാത്രമേ അനുമതിയുള്ളൂ. വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണം. രാവിലെ ചോറൂൺ വഴിപാടിനും തുലാഭാരത്തിനും അനുമതിയില്ല. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തുന്നത്. രാവിലെ 8 മണിക്ക് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി കാർ മാർഗം 8:10-ന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തും. 8:15-ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും. 20 മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ചതിന് ശേഷം ക്ഷേത്രനടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കുന്നത്. SPG കമാൻഡോ സംഘം ഗുരുവായൂരിൽ എത്തി. ബുധനാഴ്ച ഗുരുവായൂർ നഗരത്തിൽ രാവിലെ 6 മുതൽ തന്നെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ചൂണ്ടൽ മുതൽ ഗുരുവായൂർ ക്ഷേത്രനട വരെ വാഹനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകില്ല. അയ്യന്തോൾ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന ലാൽജി കൊള്ളന്നൂർ വധക്കേസിലെ 9 പ്രതികളെയും വെറുതെ വിട്ടു. പ്രതികളായ വൈശാഖ്, രാജേഷ്, പ്രശാന്ത്, സതീശൻ, അനൂപ്, രവി, രാജേന്ദ്രൻ, സജീഷ്, ജോമോൻ എന്നിവരെയാണ് തെളിവുകളുടെ അഭാവത്തിൽ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടത്. യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് പോരിനെ തുടർന്ന് 2013 ഓഗസ്റ്റ് 16-നാണ് ബൈക്കിലെത്തിയ സംഘം ലാൽജിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. തൃശൂർ ജവഹർ ബാലഭവൻ ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. ജീവനക്കാരുടെ മുടങ്ങിക്കിടക്കുന്ന 8 മാസത്തെ ശമ്പളത്തിൽ ജീവനക്കാരുടെ നിലവിലെ ആവശ്യമായ 2 മാസത്തെ ശമ്പളം അനുവദിക്കാമെന്ന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടറും കളക്ടറും ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ജീവനക്കാരുടെ ശമ്പള വിഷയത്തിൽ ബാലഭവൻ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ നിഷേധാത്മക നിലപാട് സ്വീകരിച്ചതോടെയാണ് വ്യാഴാഴ്ച ഉച്ച മുതൽ ബാലഭവൻ ജീവനക്കാർ സമരം തുടങ്ങിയത്. തൃശൂർ കൊക്കാലെ ഇറച്ചി മാർക്കറ്റിൽ തർക്കത്തിനിടെ മരം മുട്ടിക്കൊണ്ട് തലയ്ക്കടിയേറ്റ് മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു. കോടന്നൂർ സ്വദേശി കുന്നത്ത് വീട്ടിൽ 64 വയസ്സുള്ള പോൾ ആണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധു മടവാക്കര സ്വദേശി കുന്നത്ത് വീട്ടിൽ രവിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരുവരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിനിടെ പോൾ രവിയെ മർദ്ദിച്ചു. ഇതേ തുടർന്ന് മടങ്ങിപ്പോയ രവി മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചുവന്ന് കടവരാന്തിയിൽ കിടന്നുറങ്ങുകയായിരുന്ന പോളിനെ മരമുട്ടിക്കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം സമീപത്തെ റെയിൽവേ പോലീസിൽ കീഴടങ്ങിയ പ്രതിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ ക്രൈംബ്രാഞ്ചിന് വിട്ടു നൽകില്ല. രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന കേസിന്റെ അന്വേഷണം നിലച്ചപ്പോഴാണ് ED അന്വേഷണം തുടങ്ങിയത്. ED നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPM നേതാവിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും വിവിധ രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഒരു അന്വേഷണ ഏജൻസി പിടിച്ചെടുക്കുന്ന രേഖകൾ മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് നൽകുന്ന കീഴ്വഴക്കമില്ലെന്നും വിശദാംശങ്ങൾ കൈമാറുക മാത്രമാണ് പതിവെന്നും ED കോടതിയിൽ വാദിച്ചു. എന്നാൽ രേഖകൾ വിട്ടുകിട്ടാത്തതുമൂലം അന്വേഷണം പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെന്ന് ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടി. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ വാദം തള്ളിയ കോടതി രേഖകൾ വിട്ടു നൽകേണ്ടതില്ലെന്ന് ഉത്തരവിടുകയായിരുന്നു.
കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിൽ നിന്നും 15 ലക്ഷത്തോളം രൂപ കവർന്ന സംഭവത്തിൽ INTUC യൂണിയൻ തൊഴിലാളിയായ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളറക്കാട് കൈക്കുളങ്ങര വീട്ടിൽ നൂറുദ്ദീനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഡിസംബർ 31 പുലർച്ചെ 1 മണിയോടെയാണ് മോഷണം നടന്നത്. ഞായറാഴ്ച മാർക്കറ്റ് അവധിയായതിനാൽ മാർക്കറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ തക്കം നോക്കിയാണ് പ്രതി മോഷണം നടത്തിയത്. യൂണിയൻ ഓഫീസിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ മറച്ച മോഷ്ടാവ് സ്ഥാപനത്തിന് മുൻപിലെ CCTV ക്യാമറ തകർക്കുകയും ചെയ്തു. കവർച്ചയ്ക്ക് ശേഷം പ്രതി ജോലിക്കായി മത്സ്യമാർക്കറ്റിൽ എത്തിയിരുന്നതായും പറയുന്നു. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചും പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. പ്രതിയെ കുന്നംകുളം മത്സ്യമാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സബ് ഇൻസ്പെക്ടർ മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർ അനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വേലുപ്പാടം പുലിക്കണ്ണി ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പുലിക്കണ്ണി ചോലയ്ക്കൽ കബീർ, സഹോദരൻ ഇസ്ഹാഖ് തുടങ്ങിയവരുടെ വീട്ടുപറമ്പിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. തെങ്ങും കവുങ്ങുകളും വാഴകളും ആനകൾ നശിപ്പിച്ചു. മരങ്ങൾ ഒടിക്കുന്ന ശബ്ദം കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ 2 ആനകളാണ് ഇറങ്ങിയത്. ആനകളെ കണ്ട് ഭയന്ന് വീട്ടുകാർ പുറത്തിറങ്ങിയില്ല. പറമ്പിന് ചുറ്റിലും ചിഹ്നം വിളിച്ചാണ് ആനകൾ നിന്നതെന്ന് പറയുന്നു. പാലപ്പള്ളി പ്രദേശത്ത് മാസങ്ങളായി തമ്പടിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തെറ്റിയ ആനകളാണ് ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്നത്. കഴിഞ്ഞ ദിവസം ആനകൾ ജൂങ്ടോളി കമ്പനിയുടെ മാനേജറുടെ ക്വാർട്ടേഴ്സ് പറമ്പിൽ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. പാലപ്പള്ളി മേഖലയിലെ ആനക്കൂട്ടം കാടുകയറിയെങ്കിലും ഇതിൽ നിന്ന് കൂട്ടം തെറ്റി ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിയ ആനകൾ നാട്ടുകാരെ ആശങ്കയിലാക്കുകയാണ്. അതേസമയം പീച്ചി മയിലാടുംപാറയിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. 150 തെങ്ങുകളും 250ഓളം വാഴകളും നശിപ്പിച്ചു. തുടർച്ചയായ 5ാം ദിവസമാണ് കേച്ചേരിക്കുന്നിൽ കാട്ടാനയാക്രമണം നടക്കുന്നത്. കോൾപ്പടവുകൾ കേന്ദ്രീകരിച്ച് മോട്ടോറുകളുടെ കേബിളുകൾ മോഷ്ടിക്കുന്ന സംഘത്തെ പേരാമംഗലം പോലീസ് പിടികൂടി. വെങ്ങണിശ്ശേരി സ്വദേശി അനീഷ്, തൃക്കൂർ സ്വദേശി റിൻഡോ, കോടന്നൂർ സ്വദേശി അനൂപ് എന്നിവരാണ് പിടിയിലായത്. അടയ്ക്കമോഷണം പതിവാക്കിയ 2 അംഗ സംഘത്തെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി വിളയംകോട് സ്വദേശി കരിപ്പോട്ടയിൽ വീട്ടിൽ ഷാജഹാൻ, വടക്കേക്കാട് കല്ലൂർ സ്വദേശി മാളിയേക്കൽ വീട്ടിൽ സുബി എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം അക്കിക്കാവ്, കാട്ടക്കാമ്പാൽ എന്നിവിടങ്ങളിൽ അടയ്ക്കമോഷണം പോയ സംഭവത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികൾക്കെതിരെ തൃത്താല പോലീസ് സ്റ്റേഷനിലും സമാനമായ രീതിയിൽ മോഷണം നടത്തിയതിന് കേസ് നിലവിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ രാകേഷ്, സുദേവ്, ആശിഷ്, ശരത്, സുജിത്, സിവിൽ പോലീസ് ഓഫീസർ അബീഷ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. നെട്ടിശ്ശേരി കുറ്റുമുക്ക് റോഡ് BM&BC നിലവാരത്തിൽ ടാറിംഗ് ചെയ്യുന്നതിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒല്ലൂക്കര മേഖലയെയും വിൽവട്ടം മേഖലയെയും ബന്ധിപ്പിക്കുന്ന നെട്ടിശ്ശേരി കുറ്റുമുക്ക് റോഡ് 2 കോടി രൂപ ചെലവ് ചെയ്താണ് BM&BC നിലവാരത്തിൽ ടാറിംഗ് ചെയ്യുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. ഇതോടെ നെട്ടിശ്ശേരി നിവാസികളുടെ ഏറെക്കാലത്തെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ഉദ്ഘാടന ചടങ്ങിൽ മേയർ അധ്യക്ഷത വഹിച്ചു. P. ബാലചന്ദ്രൻ MLA, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, കരോളിൻ പെരിഞ്ചേരി, ഡിവിഷൻ കൗൺസിലർ സുബി സുകുമാരൻ, കൗൺസിലർ രേഷ്മ ഹേമേജ് തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീനാരായണപുരത്ത് തീരക്കടലിൽ മത്സ്യബന്ധന യാനം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. തീരക്കടലിൽ തെർമോക്കോൾ കൊണ്ടുണ്ടാക്കിയ ബോയയിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന പടിഞ്ഞാറെ വെമ്പലൂർ കിഴക്കേടത്ത് ഷൺമുഖന്റെ മകൻ 30 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വിഷ്ണു സഞ്ചരിച്ചിരുന്ന ബോയ തിരയിൽപ്പെട്ട് മറിയുകയായിരുന്നു. ഇയാളോടൊപ്പമുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളിയായ ബിജു നീന്തി രക്ഷപ്പെട്ടു. അഴീക്കോട് തീരദേശ പോലീസും ഫിഷറീസ് റെസ്ക്യൂ സംഘവും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൂരക്കാട്ടുകര മുതുവറ കോൾപ്പടവിൽ മഴയിൽ നശിച്ചത് ലക്ഷങ്ങളുടെ പുഞ്ചകൃഷി. നെൽവിത്തും നഷ്ടപരിഹാരവും നൽകണമെന്ന് കർഷകർ. പേരാമംഗലം താഴം കൊണ്ടോട്ടിപ്പടവ് മുതൽ പുഴയ്ക്കൽ മുതുവറപ്പാടം വരെയുള്ള 280 ഏക്കർ വ്യാപിച്ചു കിടക്കുന്നതാണ് ചൂരക്കാട്ടുകര മുതുവറ കോൾപ്പടവ്. അടാട്ട് ഫാർമേഴ്സ് സഹകരണ സംഘത്തിന് കീഴിൽ വരുന്ന ഇവിടെ 150 നെൽകർഷകരാണ് കൃഷി ചെയ്യുന്നത്. ഇതിൽ ഭൂരിഭാഗം കർഷകരും
ആഴ്ചകൾക്ക് മുൻപ് വിത്ത് വിതച്ചെങ്കിലും മഴയിൽ നെൽച്ചെടികൾ നശിച്ച സ്ഥിതിയാണ്. പകുതി മുക്കാൽ ഭാഗത്തോളം ആളുകൾ വിത കഴിഞ്ഞിട്ടുള്ളതാണ്. ബാക്കിയുള്ളവര് വിത്ത് നനച്ച് മുള പാകത്തിനാക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നിരത്ത അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഴ പെട്ടെന്ന് അവിചാരിതമായിട്ട് പെയ്തു. ന്യൂനമർദ്ദം എന്നൊക്കെയുള്ള പേരിൽ മഴ പെയ്തു. അതുകൊണ്ട് ആ വിത്ത് വിതച്ചവരുടെ ഇതൊക്കെ മുളയ്ക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. വരമ്പ് മുകളിൽ വെള്ളം വന്നു, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം മറ്റവർക്കാണെങ്കിൽ നിരത്താനും പറ്റിയില്ല, മറ്റേ മുത്ത് പാകമായിട്ട് ഇടാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ വിളവിറക്കിയ സ്ഥലമാണ്, അല്ലാതെ നശിച്ചതും ഈ മഴ കാരണമാണ്. ഇതിനൊക്കെ ഇനി എന്തിട്ട് ചെയ്യാന്ന് അറിയില്ല. എന്താ വെച്ചാൽ ഈ വിത്തിറക്കൽ അങ്ങനെ ഒരു ഇത് മാത്രമല്ലല്ലോ, ഇതിന് മുഴുവൻ വരമ്പ് വയ്ക്കൽ, മെഷീൻ ഇറക്കിയിട്ട് ട്രാക്ടറും ഇതൊക്കെ അടിക്കണ്ടേ, അതിനൊക്കെ കാശ് ചെലവുള്ളതല്ലേ. പിന്നെ വെറുതെ വിത്ത് നനച്ച് കൊടുന്ന് മാത്രം ഇടുകയല്ല, അതിനെ കൂലിക്ക് ആളെ ചേർത്തിട്ടല്ലേ ഇതൊക്കെ ചെയ്യണം. അപ്പോൾ ഒരുപാട് നഷ്ടം തന്നെയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായതായും നെൽവിത്തും നഷ്ടപരിഹാരവും ലഭ്യമാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നും ഇവർ പറയുന്നു. 280 ഏക്കറോളം സ്ഥലം ഈ ഒരാഴ്ച മുമ്പ് പെയ്ത മഴയ്ക്ക് പണിയൊക്കെ പൂർത്തിയായതിനു ശേഷം വരമ്പോയപ്പോൾ അതുപോലെ ട്രാക്ടർ അടിക്കുക, കൂലിച്ചെലവുകളോ കൂടി വലിയൊരു നഷ്ടം നമുക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലൊരു പകുതിയുടെ താഴെ വശം വിത കഴിച്ചു. അത് വിതച്ച് 2-3 ദിവസം കഴിഞ്ഞ് വെള്ളം വറ്റി വരുന്ന അവസരത്തിൽ ആ നെൽച്ചെടിയൊക്കെ മഴ പെയ്തിട്ട് പൊന്തി ആ വിത്തുകളൊക്കെ ഒരു വശത്ത് അടിഞ്ഞു പോയി. അതൊരു വലിയൊരു നഷ്ടമാണ്. അതിന്റെ പകുതിയിൽ കൂടുതൽ ഭാഗം താഴെ വശം കൊണ്ട് എല്ലാവരും വിത്ത് നനച്ച് മുളയ്ക്കാൻ പാകപ്പെടുത്തി നിൽക്കുന്ന സമയത്താണ് ഈ മഴ പെയ്തത്. അധികാരികൾ ചെയ്യേണ്ടത് ഈ കർഷകർക്ക് വന്നിട്ടുള്ള നഷ്ടം സർക്കാർ കൊടുക്കണം. വിത്ത് മാത്രം കൊടുത്തോണ്ട് കാര്യമില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയാണ് കർഷകന് ഓരോരുത്തരും ഈ കൃഷി ഇറക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത്, പണം ചെലവാക്കിയിട്ടുള്ളത്. അപ്പൊ അത് ഈ മഴ പെയ്തത് കൊണ്ട് വെള്ളം കയറിയത് മൂലം കൃഷിയെല്ലാം മുളച്ച വിത്തുകളെല്ലാം പൊന്തി നശിച്ചു പോയിരിക്കുകയാണ്. ചില പാടങ്ങളിൽ മഴയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ തന്നെ കൃഷി ഇറക്കാനായില്ലെന്ന് മാത്രമല്ല, നെൽവിത്തുകൾ മുളച്ചുപൊന്തിയ സ്ഥിതിയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നെൽകർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ നഷ്ടം നികത്താൻ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. അല്ലെങ്കിൽ തങ്ങൾ വഴിയാധാരമാകുമെന്നും ഇവർ പറയുന്നു. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാൻകര, TC വിനോസ്. അളഗപ്പനഗർ പച്ചളിപ്പുറത്ത് 4 വീടുകൾക്ക് നേരെ ആക്രമണം. അളഗപ്പനഗർ പഞ്ചായത്ത് 7-ാം വാർഡ് മെമ്പർ PS പ്രീജു, കീഴക്കൂടൻ പ്രദീപ്, ചീരമ്പത്ത് സുനിൽ, പള്ളിപ്പ മഠത്തിൽ നിധിൻ എന്നിവരുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. വീടുകളുടെ വാതിലുകളും ജനലുകളും തകർത്തു. വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വീടുകളിൽ 2 പേർ എത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചും കുട്ടികളെയും സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ആരോപണമുണ്ട്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് 2 പേരെ പുതുക്കാട് പോലീസ് പിടികൂടി. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയും വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. BJP പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM ആരോപിച്ചു. ആക്രമിക്കപ്പെട്ട വീടുകൾ CPM നേതാക്കൾ സന്ദർശിച്ചു. ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചേറ്റുവയിൽ പുതിയ പാലം ഒരുങ്ങുന്നു. ചേറ്റുവ പുഴയ്ക്ക് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചു വരുന്നത്. ചേറ്റുവ പുഴയിൽ പൈലിംഗ് നടത്തി പില്ലറുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളാണ് നിലവിൽ നടക്കുന്നത്. നിലവിൽ സ്ഥിതി ചെയ്യുന്ന പാലത്തിനോട് ചേർന്ന കിഴക്ക് ഭാഗത്താണ് ദേശീയപാത 66ന്റെ വികസനത്തിന്റെ ഭാഗമായുള്ള പുതിയ പാലം നിർമ്മിക്കുന്നത്. നിലവിലുള്ള പാലത്തിനോട് ചേർന്നുള്ളതാകും പുതിയ പാലം. നിലവിലുള്ള പാലം ബലപ്പെടുത്തിയാണ് പുതിയ പാലം നിർമ്മിക്കുക. 320 മീറ്റർ നീളവും 16 മീറ്റർ വീതിയുമുള്ള പുതിയ പാലത്തിന് 4 പാതയാണ് ഉണ്ടാവുക. 2 വരി പാതയുള്ള നിലവിലെ പാത കൂടി ചേരുമ്പോൾ യഥാർത്ഥത്തിൽ 6 വരി പാതയുള്ള പാലമായി മാറും. സർവീസ് റോഡ് ഒഴികെ ദേശീയപാതയ്ക്ക് സമാനമായ ഗതാഗത സൗകര്യം പുതിയ ചേറ്റുവ പാലത്തിനുമുണ്ടാകും. ദേശീയപാത 66ന്റെ നിർമ്മാണ ചുമതലയുള്ള കരാർ കമ്പനിക്കാണ് പാലത്തിന്റെയും നിർമ്മാണ ചുമതലയുള്ളത്. ദേശീയപാതയിലെ ഗതാഗത തിരക്ക് നിലവിൽ ചേറ്റുവ പാലത്തിലും പതിവാണ്. പാലത്തിന്റെ വീതി കുറവ് ഒട്ടേറെ അപകടങ്ങൾക്കും ഇടവരുത്താറുണ്ട്. പുതിയ പാലം വരുന്നതോടെ അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും പരിഹാരമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഉരുമണിയൂർ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചേറ്റുവ പാലം ദേശീയപാത 66ന്റെ വികസന പ്രവർത്തനങ്ങളിൽ അതിപ്രധാന ഘടകമാണ്. TCV തൃപ്രയാർ. ആലപ്പാട് പുറത്തൂർ കൊടപ്പുള്ളി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ഓട്ടുരുളികളും നിലവിളക്കുകളും മോഷണം പോയി. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ 4:30 ശേഷമാണ് മോഷ്ടാവ് ക്ഷേത്രത്തിന്റെ ഗേറ്റിലെ പൂട്ട് തകർത്ത് അകത്ത് കടന്നത്. തുടർന്ന് തിടപ്പള്ളിയുടെ പൂട്ട് തകർത്ത് അകത്ത് സൂക്ഷിച്ചിരുന്ന 9 ഓട്ടുരുളികളും നിലവിളക്കുകളും മോഷ്ടിക്കുകയായിരുന്നു.
50,000-ഓളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് അന്വേഷണം ആരംഭിച്ചു. അതേസമയം 1 മാസം മുൻപ് മോട്ടോർ മോഷണം പോയ സമീപത്തെ ചേനങ്കിരി കോൾപ്പടവിലെ മോട്ടോർ ഷെഡിലും രാത്രി മോഷണ ശ്രമം നടന്നു. സ്ലാബ് ഇളക്കി മാറ്റിയെങ്കിലും മോട്ടോർ ഷെഡിന്റെ പൂട്ട് തകർക്കാനുള്ള ശ്രമം വിജയിച്ചില്ലെന്ന് ചേനങ്കിരി പടവ് കൺവീനർ പറഞ്ഞു. മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലും മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിലും മോഷണം. ക്ഷേത്രത്തിലെ ഓട് പൊളിച്ച് കടന്ന മോഷ്ടാവ് 3 ഭണ്ഡാരങ്ങളും പുറത്തുണ്ടായിരുന്ന ഭണ്ഡാരവും കുത്തി തുറന്ന് 4,000-ഓളം രൂപ കവർന്നു. വടക്കാഞ്ചേരി പോലീസ് പരിശോധന നടത്തി. മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിലെ ഗാർഡ് റൂമിൽ മോഷണ ശ്രമം നടന്നു. കരാർ തൊഴിലാളി റൂം തുറക്കാൻ എത്തിയപ്പോഴാണ് മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആറ്റൂർ ഭാഗത്ത് 2 വീടുകളിൽ മോഷണം നടന്നിരുന്നു. പീച്ചി കണ്ണാറയിൽ ശക്തമായ കാറ്റിൽ കാറിന് മുകളിൽ മരം വീണ് കാർ യാത്രികയ്ക്ക് പരിക്കേറ്റു. പീച്ചി സ്വദേശിനി സിന്ധുവിനാണ് നിസാരമായി പരിക്കേറ്റത്. ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടറാണ് സിന്ധു. ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു മാറ്റിയത്. 1 മണിക്കൂറോളം പീച്ചി കണ്ണാറ റൂട്ടിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മംഗളൂരുവിൽ നിന്നും നാഗർകോവിലിലേക്ക് പോകുന്ന പരശുറാം എക്സ്പ്രസിൽ നിന്നും 13 കുപ്പി മദ്യം റെയിൽവേ പോലീസ് പിടികൂടി. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്ത് മാത്രം വിൽക്കാൻ അനുമതിയുള്ള മദ്യമാണ് പിടികൂടിയത്. SI തോമസ്, SI ജയകുമാർ, ASI അജിത, സീനിയർ CPO സന്തോഷ്, സവിതാറാം തുടങ്ങിയവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ആർ ഗണേഷ് മെമ്മോറിയൽ വിക്ടറി ITI ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 47ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ തോപ്പ് സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളുടെ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. സ്പോർട്സ് മീറ്റിന് മുന്നോടിയായി നടന്ന വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിൽ സല്യൂട്ട് സ്വീകരിച്ചുകൊണ്ട് തൃശൂർ റേഞ്ച് ഇന്റലിജൻസ് സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് P. വാഹിദ് സ്പോർട്സ് മീറ്റിന്റെ പതാക ഉയർത്തലും ഉദ്ഘാടനവും നിർവഹിച്ചു. വിക്ടറി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര വിക്ടറി ITI പ്രിൻസിപ്പാൾ TV ചിത്രാംഗതൻ, കീരംകുളങ്ങര വിക്ടറി ITI വൈസ് പ്രിൻസിപ്പാൾ ഹരിത പ്രശാന്ത്, ഒല്ലൂക്കര വിക്ടറി ITI വൈസ് പ്രിൻസിപ്പാൾ A. സജീവൻ, വിക്ടറി ITI ഹെഡ് ഓഫീസ് വൈസ് പ്രിൻസിപ്പാൾ EV തോംസൺ, ജനറൽ കൺവീനർ KGK സുന്ദരരാജൻ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സന്നിഹിതരായി. ഫുട്ബോൾ, പെനാൽറ്റി ഷൂട്ടൌട്ട് ഉൾപ്പെടെ 22 ഇനങ്ങളിലായി 500-ൽ പരം വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഓട്ടോമൊബൈൽ വിഭാഗം സീനിയർ വിദ്യാർത്ഥികൾ മികച്ച മാർച്ച് പാസ്റ്റിനുള്ള സമ്മാനം കരസ്ഥമാക്കി. വൈകിട്ട് മത്സര വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. വിശന്നിരിക്കുന്ന സഹജീവിയുടെ അവസ്ഥ മൃഗങ്ങൾക്കും മനസ്സിലാക്കാനാകുമെന്നും സഹജീവികളോടുള്ള കനിവ് മൃഗങ്ങൾക്കുമുണ്ടെന്ന പ്രമേയവുമായി റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിം ലുഡോസ് ഹാർട്ട് ശ്രദ്ധേയമാകുന്നു. ലുഡോ എന്ന വളർത്തുനായയുടെ വലിയ മനസ്സിന്റെ ചെറിയ ചിത്രീകരണമാണ് ഈ ഹ്രസ്വ സിനിമ. സമ്പന്ന കുടുംബത്തിലെ വളർത്തുനായായ ലുഡോ ആ വീട്ടിലെ കുട്ടി ഉപേക്ഷിക്കുന്ന ബിസ്ക്കറ്റ് പാക്കറ്റ് മതിലിനപ്പുറത്തെ തെരുവുനായയ്ക്ക് നൽകുന്നതാണ് സിനിമയുടെ പ്രമേയം. മൂകമായ ആശയവിനിമയ സാധ്യതകളും പശ്ചാത്തല സംഗീതവും ദൃശ്യചാരുതയും മിണ്ടാപ്രാണികളുടെ വികാരഭാവങ്ങളും ഹൃദയസ്പർശിയായി സമന്വയിച്ച ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകനിലേക്ക് സംവേദനം ചെയ്യപ്പെടുന്നത് വിശപ്പിനെയും കനിവിനെയും കുറിച്ചുള്ള തിരിച്ചറിവുകളാണ്. ലുഡോയുടെ കനിവ് പ്രേക്ഷകന്റെ കണ്ണുകളെ ഈറനണിയിക്കും വിധം ഡോഗ് ട്രെയിനേഴ്സായ MR അജിത്തിന്റെയും TR സ്നേഹലതയുടെയും സഹകരണത്തോടെ ചിത്രീകരിക്കുന്നതിൽ രചയിതാവും സംവിധായകനുമായ സുധീഷ് ശിവശങ്കരൻ വിജയിച്ചിരിക്കുന്നു. ധനീഷ് ഹരിദാസും അനുമോദ് മാധവനും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ സിനിമയുടെ ക്യാമറ വിപിൻ ദേവും, എഡിറ്റിംഗ് ഫ്രാങ്ക്ലിൻ ഷാജിയും, സംഗീത സംവിധാനം M. വിജയനുമാണ് നിർവഹിച്ചിരിക്കുന്നത്. യൂട്യൂബിൽ റിലീസ് ചെയ്ത് 2 ദിവസം കൊണ്ട് തന്നെ മുൻ കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ വലിയ പിന്തുണ നേടി പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു ലുഡോസ് ഹാർട്ട്. കൾച്ചറൽ ഡെസ്ക് TCV. ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് യുവജനതാദൾ S തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ IMA ബ്ലഡ് ബാങ്കിൽ രക്തദാനം നടത്തി. ജനതാദൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഉദ്ഘാടനം ചെയ്തു. K. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PM ഉമേഷ്, ജനറൽ സെക്രട്ടറി പ്രിജു ആന്റണി എന്നിവർ നേതൃത്വം നൽകി. സാധാരണക്കാരന്റെ ഒപ്പം നിൽക്കാനുള്ള മനസ്സ് സർക്കാരിനുണ്ടായാൽ മാത്രമേ പലവിധമായ ചതികളിൽ നിന്ന് ഉപഭോക്താക്കളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് റവന്യൂ മന്ത്രി K. രാജൻ. ജില്ലാതല ദേശീയ ഉപഭോക്തൃ ദിനാചരണം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സാധാരണക്കാർക്കൊപ്പമാണ് സർക്കാർ എന്ന ആശയത്തിലേക്ക് കേരളത്തെ എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനെ സർക്കാർ മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ഉപഭോക്തൃ രംഗത്ത് നിലനിൽക്കുന്ന എല്ലാവരുടെയും സേവനം ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. ഉപഭോക്തൃ ദിനാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ചിത്രരചന ക്വിസ് മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. വൃദ്ധസദനങ്ങളുടെ നാടായി കേരളം മാറുന്നത് ഇത് ഞാൻ പറയാൻ കാരണം സൈക്കിൾ ചവിട്ടുന്നതിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരള നല്ല ജീവന പ്രസ്ഥാനം നടത്തുന്ന അന്തർജില്ലാ സൈക്കിൾ യാത്രയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. തൃശൂർ തെക്കേ ഗോപുരനടയിൽ നൽകിയ സ്വീകരണ ചടങ്ങ് കൗൺസിലർ AK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മുൻ മേയർ K രാധാകൃഷ്ണൻ, 50-അംഗ സൈക്കിൾ യാത്രാ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ PA രാധാകൃഷ്ണൻ, റിട്ടയേർഡ് SI വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടുന്ന 50ഓളം സൈക്കിൾ യാത്രികരാണ് സംഘത്തിൽ ഉള്ളത്. ചിറയൻകീഴ് ഡോക്ടർ G ഗംഗാധരൻ നായർ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രൊഫസർ G ശങ്കരപ്പിള്ളയുടെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര സമർപ്പണ ചടങ്ങ് സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ചു. എഴുത്തുകാരനും എഴുത്തച്ഛൻ പുരസ്കാര ജേതാവുമായ ഡോക്ടർ SK വസന്തൻ G ശങ്കരപ്പിള്ള സ്മാരക പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും നിർവഹിച്ചു. നാടകരചയിതാവ് റിയാസ് പുരസ്കാരം ഏറ്റുവാങ്ങി. സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി R ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ G ഗംഗാധരൻ നായർ സ്മാരക സമിതി ചെയർപേഴ്സൺ കാഞ്ചന G നായർ, ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, നാടക നിരൂപകൻ പ്രൊഫസർ PN പ്രകാശ്, ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠനകേന്ദ്രം പ്രിൻസിപ്പാൾ ഡോക്ടർ KU കൃഷ്ണകുമാർ, സീനിയർ ഇൻസ്ട്രക്ടർ M നളിൻ ബാബു, ഡോക്ടർ മുരളി പുറനാട്ടുകര, ഡോക്ടർ KU കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസിനെ ഓൺലൈൻ പ്രവർത്തകനും സംഘവും ഭീഷണിപ്പെടുത്തിയതായി പരാതി. ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് വാഹനത്തിൽ എത്തിയപ്പോൾ ചൊവ്വന്നൂർ സ്വദേശിയായ വിശാൽ, മിഥുൻ, കാട്ടകമ്പാൽ സ്വദേശി ജെബിൻ, കടങ്ങോട് ആറ്റൂർ സ്വദേശി സുഭാഷ്, വെള്ളർക്കാട് സ്വദേശി ധനീഷ് തുടങ്ങി കണ്ടാലറിയാവുന്ന 10 പേർ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതായാണ് പോലീസിൽ പരാതി നൽകിയത്. എൻ്റെ ബ്ലോക്ക് ഓഫീസിൻ്റെ കോമ്പൗണ്ടിനകത്ത് പരിചിതമല്ലാത്ത ഒരു വീഡിയോ എടുക്കുന്ന ഒരു വ്യക്തിയെ കാണുകയുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ സ്വാഭാവികമായിട്ടും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം ഓതറൈസേഷനുള്ള മീഡിയക്കാരനാണെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഇത്തരം വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ അറിയണ്ടേ എന്നുള്ള മാന്യമായിട്ടുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അതൊന്നും നിങ്ങൾ അറിയേണ്ടതില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം തിരിച്ച് മറുപടി പറയുകയും വാർത്ത വരുമ്പോൾ അറിഞ്ഞാൽ മതി, ഇത് പൊതു സ്ഥാപനമാണ് എന്നുള്ള രീതിയിലുള്ള സംസാരവും വളരെ സ്ത്രീകളോട് പ്രകോപനമായിട്ടുള്ള രീതിയിൽ മോശപ്പെടുന്ന രീതിയിലാണ് ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഒരു പെരുമാറ്റം ഉണ്ടായത്. പന്നിയങ്കര ടോൾ പ്ലാസയിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി. ദേശീയപാത കരാർ കമ്പനിയുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനം ഇടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തിയത്. ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. ഇനി വാണിജ്യം. ആധുനിക സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ പരിചയപ്പെടുത്തിയും പരിശീലിപ്പിച്ചും പുതുചരിത്രം രചിക്കാൻ ഫുൾസം CG VFX അക്കാദമി തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. AI എന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിക്കുന്ന അനന്ത സാധ്യതകളെ യുവതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിനൊപ്പം വിദഗ്ധ പരിശീലനവും നൽകുകയാണ് സർക്കാർ അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ ഫുൾസം CG VFX അക്കാദമി. സിറ്റി സെന്ററിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആരംഭിച്ച അക്കാദമിയുടെ ഉദ്ഘാടനം കളക്ടർ VR കൃഷ്ണതേജൻ നിർവഹിച്ചു. അക്കാദമി ഡയറക്ടർമാരായ സുജിത് സുരേഷ്, റോണിയ സൈമൺ, ജോബി ബാബു, സിറ്റി സെന്റർ സാരഥി CA സലീം, ബന്ധുമിത്രാദികൾ എന്നിവർ സന്നിഹിതരായി. AI സാങ്കേതികവിദ്യ VFXൽ എങ്ങനെ ഉപകാരപ്പെടുത്താമെന്നതിൽ പ്രത്യേക പരിശീലനം നൽകുന്ന ഫുൾസം CG അക്കാദമി ഇന്ത്യയിൽ ആദ്യമായി ഫിലിം VFXൽ AI സാങ്കേതികവിദ്യ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും പരിശീലനം നൽകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. 10+2 കഴിഞ്ഞ് മികച്ചതാലോചിക്കുന്നവർക്കും മറ്റുമായി ഇന്ത്യയിലും വിദേശത്തും ജോലി സാധ്യതകൾ ഏറെയുള്ള മേഖലയെ പരിചയപ്പെടുത്തി അതിനായി അവരെ പരുവപ്പെടുത്തിയെടുക്കുകയാണ്
ഫുൾസം CG അക്കാദമി. ഇതിനായി മേഖലയിൽ മുൻപരിചയമുള്ള വിദഗ്ധരായ പരിശീലകരുടെ സൗജന്യ ഡെമോ ക്ലാസും ലഭ്യമാക്കുന്നു. അനുയോജ്യമായ ഫീസിൽ അവർലി, വീക്കെൻഡ്, റെഗുലർ ബാച്ചുകളും കൂടാതെ ഓൺലൈൻ ലൈവ് ക്ലാസുകളും ഷോർട്ട് ടൈം മൊഡ്യൂളിൽ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസോടെയാണ് അക്കാദമി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹ സമയങ്ങൾ മാറ്റി. ബുധനാഴ്ച രാവിലെ 6-നും 9-നും മധ്യേ നടക്കേണ്ട 48 വിവാഹങ്ങളുടെ സമയമാണ് മാറ്റിയത്. വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണമെന്ന് നിർദ്ദേശം. അയ്യന്തോൾ ലാൽജി കൊള്ളന്നൂർ വധക്കേസിലെ 9 പ്രതികളെയും വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവത്തിൽ തൃശൂർ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. തൃശൂർ ജവഹർ ബാലഭവൻ ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. മുടങ്ങിക്കിടക്കുന്ന 2 മാസത്തെ ശമ്പളം ഉടൻ അനുവദിക്കാമെന്ന സാംസ്കാരിക വകുപ്പ് ഡയറക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. തൃശൂർ കൊക്കാലെ ഇറച്ചി മാർക്കറ്റിൽ തർക്കത്തിനിടെ തലയ്ക്കടിയേറ്റ് മധ്യവയസ്കൻ മരിച്ചു. കൊടന്നൂർ സ്വദേശി പോൾ ആണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ സംയുക്ത തൊഴിലാളി യൂണിയൻ ഓഫീസിലെ മോഷണം. സംഭവവുമായി ബന്ധപ്പെട്ട് INTUC യൂണിയൻ തൊഴിലാളി അറസ്റ്റിൽ. വെലുപ്പാടം പുലിക്കണ്ണി ജനവാസ മേഖലയിൽ കാട്ടാനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പീച്ചി മയിലാടുംപാറയിൽ കാട്ടാനകൾ തെങ്ങുകൾ മറിച്ചിട്ടു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.